ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് വീട്ടുജോലികളൊക്കെ എളുപ്പത്തിൽ തീർക്കാൻ നമുക്ക് ചെയ്യാവുന്ന കുറച്ച് ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം. പിന്നെ ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് വീട്ടുജോലികൾ പെട്ടെന്ന് തീർക്കാനും പറ്റാറുണ്ട് കേട്ടോ. ഈ ഒരു ടിപ്സൊക്കെ ഫോളോ ചെയ്യുന്ന ദിവസം, അതല്ല ഇത് ഫോളോ ചെയ്യാനാലാണെങ്കിലോ കുറേ ടൈം വെച്ചിട്ട് നമ്മൾ ജോലികൾ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ടിപ്സൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 10 മണി 11 മണിൻ്റെ ഉള്ളിലായിട്ട് എന്തായാലും നമ്മളെ എല്ലാ ജോലികളും തീർക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരു ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ ആ ഒരു ജോലി മാത്രം ചെയ്യാതെ അതിനിടയിൽ വേറെ ജോലികളും ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളൊരു കറി വെക്കുന്ന സമയത്ത് നമുക്ക് ഒരു 4 ബർണറുള്ള സ്റ്റൗ ആണെങ്കിൽ ഒരടുപ്പത്ത് ഫിഷ് ഫ്രൈ ചെയ്യാൻ വെക്കാം, ഒരടുപ്പത്ത് ഉപ്പേരി ഉണ്ടാക്കാം, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കണമെങ്കിൽ ഒരടുപ്പത്ത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും തയ്യാറാക്കാം. അപ്പം ഞാനൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുന്നതിനോട് കൂടെ തന്നെ ലഞ്ചിനുള്ള പ്രിപ്പറേഷനും ചെയ്ത് വെക്കാറാണ് പതിവ്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആവുന്നതിനോടൊപ്പം തന്നെ ലഞ്ചിനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാവും. പിന്നെ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് വെച്ചാൽ ഒരാഴ്ചക്കുള്ള പച്ചക്കറി ഒറ്റ ദിവസം പർച്ചേസ് ചെയ്യുക. ആ ആഴ്ചയിൽ എന്തൊക്കെയാണ് ഫ്രിഡ്ജിൽ തീർന്നിട്ടുള്ളതെന്ന് നോക്കിയിട്ട് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഒരു ദിവസം, തിങ്കളാഴ്ച ആണെങ്കിൽ തിങ്കളാഴ്ച, ശനിയാഴ്ച ആണെങ്കിൽ ശനിയാഴ്ച, ആ ഒരു ദിവസം മാത്രം പച്ചക്കറികൾ പർച്ചേസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒക്കെ നല്ലപോലെ വെജിറ്റബിൾ വാഷൊക്കെ ഇട്ടിട്ട് കഴുകിയിട്ട് തുടച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. കട്ട് ചെയ്തിട്ട് വെക്കണ കാര്യങ്ങൾ കട്ട് ചെയ്തിട്ട് വെക്കുക, തൊലിച്ച് വെക്കേണ്ട വെജിറ്റബിൾസ് തൊലിച്ച് വെക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ഒരാഴ്ച മൊത്തത്തിൽ നമുക്ക് നല്ല സുഖമായിട്ട് കിച്ചൺ ജോലികൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കൊരു തക്കാളിയോ എന്തെങ്കിലുമൊക്കെ എടുക്കുന്ന സമയത്ത് കഴുകേണ്ട ആവശ്യമുണ്ടല്ലോ. കറിവേപ്പില, മല്ലിയില, എന്ത് സംഭവമായാലും ഒക്കെ കഴുകിയിട്ട് വേണം വെക്കാൻ. ഇപ്പോൾ ബീൻസ് ആയാലും ചീരയിലൊക്കെ ആണെങ്കിലും ഒക്കെ കഴുകിയിട്ട് വെജിറ്റബിൾ വാഷിലൊരു 10 മിനിറ്റ് ഇട്ട് മുക്കി വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തിട്ട് വേണം വെക്കാൻ. ഇപ്പോൾ വെജിറ്റബിൾ വാഷ് നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ പുളിവെള്ളമോ അല്ലെങ്കിൽ സുർക്കയും മഞ്ഞൾപ്പൊടിയും കലക്കിയ വെള്ളത്തിൽ ഇട്ട് കുറച്ച് 10 മിനിറ്റ് ഇട്ട് വെച്ചാലും മതി. കുറേ കീടനാശിനികളുടെ ഇതൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് പോയി കിട്ടും. ഫുള്ളായിട്ട് പോയില്ലെങ്കിലും കുറേയൊക്കെ ആയിട്ട് നമുക്ക് അതിൽ നിന്നൊരു ഇത് കിട്ടും. അപ്പോൾ അങ്ങനെ കഴുകിയിട്ട് നല്ലപോലെ കഴുകിയിട്ട് നമ്മൾ ഇവന് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജ് നമുക്ക് നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജ് ക്ലീൻ ആക്കുന്ന പണികളിൽ നിന്ന് കുറേയൊക്കെ കുറവ് കിട്ടും. പിന്നെ നമ്മൾ ഡെയിലി വെജിറ്റബിൾസ് എടുക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചാൽ മതി, കൂടുതൽ സമയം കഴുകണ്ട. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ആ തിരക്കിട്ട ജോലികൾക്കിടയിൽ നമുക്ക് ഇങ്ങനെ വെജിറ്റബിൾ വാഷിലിട്ടിട്ട് മുക്കി വെക്കാനൊന്നും ടൈം കാണില്ല. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ ഇങ്ങനെയൊക്കെ കഴുകുമ്പോൾ നമുക്ക് അത് വഴിയിട്ട് വേറെ രോഗങ്ങൾ വരാനും സാധ്യത കൂടുതലാണ്. അപ്പോൾ എല്ലാം കഴുകി നല്ല വൃത്തിയായിട്ട് ഒരു ദിവസം അതിനങ്ങോട്ട് ചിലവഴിക്കുക, 1 മണിക്കൂർ. ആ പച്ചക്കറികളൊക്കെ വാങ്ങിയതിന് ശേഷം ഇതുപോലെ കഴുകിയിട്ട് ഒക്കെ അതുപോലെ അതിൻ്റെ കണ്ടെയ്നറിൽ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കിച്ചൺ ജോലികൾ കുറവാവും ചെയ്യും. നമ്മുടെ കിച്ചനും ആയാലും ഫ്രിഡ്ജായാലും എല്ലാം നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കാനും പറ്റും. കറിവേപ്പില പകുതി അളവിലെടുത്തിട്ട് ഞാൻ ഈ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് കഴുകാതെ ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ. പകുതി അളവിലുള്ളത് എല്ലാം കൂടി കഴുകി വെച്ചാൽ കേടാവണ്ടാച്ചിട്ടാണ്. അപ്പോൾ ഇത് കഴുകിയത് കഴിഞ്ഞിട്ട് പിന്നെ അതുപോലെ അത് വെജിറ്റബിൾ വാഷിലിട്ട് വീണ്ടും കഴുകി വെക്കും. മല്ലിയില മൊത്തത്തിൽ ഞാൻ എടുത്തിട്ട് അതിൻ്റെ അടിഭാഗം വേറുള്ള ഭാഗം വെട്ടിയിട്ട് ഇതുപോലെ ഗ്ലാസ്സിലാക്കിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് കുറച്ച് കഴിയുമ്പോൾ അതിൽ പിന്നെ തൂമ്പ് കിളർക്കും കേട്ടോ. പിന്നെ ഈ ഭാഗം എടുത്തിട്ട് നമുക്ക് ഈ ഒരു കറിവേപ്പില മുക്കി വെച്ച ഈ വെള്ളത്തിൽ തന്നെ വെജിറ്റബിൾ വാഷിട്ട വെള്ളത്തിൽ നമുക്ക് മുക്കി വെക്കാം. ഇത് ഫുള്ളായിട്ട് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് കഴുകിയിട്ട് കട്ട് ചെയ്തിട്ട് തന്നെ വെക്കുന്നത്. മല്ലിയിൽ എത്ര ദിവസം, 15 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് ഒരു കംപ്ലൈൻറ്റും ആവില്ല കേട്ടോ. ഇത് തീരാന്നല്ല, അത് കട്ട് ചെയ്യാതെ വെച്ചാലാണ് എനിക്ക് പിന്നെ കംപ്ലൈൻറ്റ് ആവുക. കഴുകാതെ വെച്ചാൽ ഇങ്ങനെ കട്ട് ചെയ്ത് ഞാൻ ഈ രീതി ചെയ്യുമ്പോൾ എനിക്ക് കംപ്ലൈൻറ്റ് ആവാറേ തന്നെയില്ല. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് നമുക്ക് ഈ ഒരു ബാസ്ക്കറ്റിലോട്ട് ഇട്ട് വെക്കാം, വെള്ളം പോകാൻ വേണ്ടിയിട്ട്. എല്ലാം പെട്ടെന്ന് കഴുകിയിട്ട് കുറച്ച് 15 മിനിറ്റ് ആയപ്പോൾ ഇത് വെജിറ്റബിൾ വാഷിൽ എടുക്കാൻ തുടങ്ങിയിട്ട് കക്കരിക്ക ആയാലും തക്കാളി ആയാലും പിന്നെ ബീൻസും ഞാൻ ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് പിന്നെ റെഡിയാക്കി വെക്കാം. തക്കാളിയും കക്കരിക്കയും ഇങ്ങനെ തന്നെ നമുക്കിതൊന്ന് തുടച്ചിട്ട് ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ബീൻസും ചീരയൊക്കെ നമുക്ക് കഴുകിയിട്ട് കട്ട് ചെയ്തിട്ട് വെക്കാം. മല്ലിയിലും അതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് വെക്കാം.
ഇനി നമുക്ക് മല്ലിയിലയും കറിവേപ്പിലയും നല്ല പോലെ ഒന്ന് കഴുകിയിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള മണ്ണിൻ്റെ അംശങ്ങളൊക്കെ ഒഴിവാക്കി നല്ല പോലെ ഒന്ന് 3-4 പ്രാവശ്യം വെള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് നല്ല പോലെ കഴുകിയിട്ട് നമുക്ക് ഒരു സ്റ്റെയിനറിൽ ഇട്ടിട്ട് വെള്ളമൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്കൊരു നല്ലൊരു കോട്ടൻ്റെ ടവലിട്ടിട്ട് അതിലൊന്ന് വെള്ളം പോവാനായിട്ട് വെക്കാം. ഫാൻ ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ഫാൻ ഇട്ട് വെക്കുന്നത് വളരെ നല്ലതാണ്. ഫാനിൻ്റെ കാറ്റൊക്കെ കൊള്ളുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണങ്ങി കിട്ടും കേട്ടോ. വെള്ളത്തിൻ്റെ അംശം പോകുന്നത് നല്ലതാണ്. കാരണം വെച്ചാൽ ഇത് കുറേ ദിവസം വെക്കുന്ന സമയത്ത് ചീഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് വെള്ളത്തിൻ്റെ അംശങ്ങൾ ഉണ്ടെങ്കിൽ. വെള്ളത്തിൻ്റെ അംശം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര കാലം കഴിഞ്ഞാലും ഇത് കംപ്ലൈൻ്റ് ആവുകയില്ല കേട്ടോ. അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പോൾ ഞാനത് സ്റ്റെയിനറിലോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്കൊരു 10 മിനിറ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ടവലിലോട്ട് മാറ്റാം. ഇനി നമുക്ക് മീനായാലും ഇറച്ചിയായാലൊക്കെ ഒരാഴ്ചത്തേക്കുള്ളത് വാങ്ങിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ മീനൊക്കെ നല്ലപോലെ കട്ട് ചെയ്തതിന് ശേഷം നല്ലപോലെ കഴുകി ഫ്രൈ ചെയ്യാനുള്ളത് മസാല തേച്ചിട്ട് വെക്കാം. അതിൽ കറി വെക്കാനുള്ളത് നല്ലപോലെ കഴുകിയിട്ട് ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് അങ്ങനെയും സൂക്ഷിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഡെയിലി അതിന് എടുത്തിട്ട് ഫ്രൈ ചെയ്യുന്ന ജോലി ഉണ്ടാവുള്ളൂ. മീൻ കട്ട് ചെയ്യുന്നതും കഴുകുന്നതുമായ ഒരുപാട് ഭാരിച്ച ജോലികൾ നമുക്ക് കുറഞ്ഞു കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരാഴ്ചത്തേക്കുള്ള ഫിഷ് നമ്മൾ ആദ്യം തന്നെ വാങ്ങിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഡെയിലി എത്ര പേരുണ്ടായെന്ന് വെച്ചാൽ അത്രയും പീസ് എടുത്തിട്ട് ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു ജോലി കുറഞ്ഞു കിട്ടും. അതുപോലെ തന്നെ ബീഫായാലും ചിക്കൻ പ്രശ്നമില്ല. ചിക്കൻ പിന്നെ നമുക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, കട്ട് ചെയ്തിട്ടല്ലേ കിട്ടാം. ബീഫായാലും ചിലപ്പോൾ കടയിൽ നിന്ന് കട്ട് ചെയ്യാതെ കിട്ടാറുണ്ട്. ആ സമയത്തൊക്കെ നമ്മൾ കിട്ടുന്ന സമയത്ത് കട്ട് ചെയ്തിട്ട് ഓരോരോ പോർഷനാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ദിവസത്തിനുള്ളത് എടുത്തിട്ട് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ഒരു പോർഷനായിട്ട് എടുത്താൽ മതി. കൂടുതൽ അളവിൽ ഒന്നിച്ച് വെക്കാതെ ഓരോരോ ദിവസത്തിനുള്ളത് ഓരോരോ കണ്ടെയ്നറിലോ അല്ലെങ്കിൽ ഒരു കവറിലോ ആക്കിയിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഭാഗം ആ ഒരു ബോക്സ് മാത്രം എടുത്തിട്ട് വെള്ളത്തിലെടുത്ത് വെച്ചിട്ട് അന്നത്തെ യൂസ് ചെയ്താൽ മതി. അത് മൊത്തത്തിൽ എടുത്തിട്ട് ഐസ് കളഞ്ഞ് അതിൽ നിന്ന് കുറച്ചെടുത്ത് വെക്കുമ്പോഴൊക്കെ നമുക്ക് കുറേ ടൈം അങ്ങനെ പോവും. അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ഒരു ദിവസത്തിനുള്ളത് മാത്രം ഒരു ബോക്സിലാക്കിയിട്ട് വെക്കുക, ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് വെക്കുക. അപ്പോൾ അത് മാത്രം അന്ന് എടുത്താൽ മതി. അങ്ങനെ ഒരുപാട് ജോലികൾ നമുക്ക് അതിൽ നിന്നും കുറഞ്ഞു കിട്ടും. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു നോൺ വെജ് ഉണ്ടാക്കുന്ന ഒരു പ്രശ്നങ്ങളൊന്നും വലിയ ഒരു ബുദ്ധിമുട്ടായിട്ട് വരില്ല. മറ്റേത് ഇതിൽ ഡെയിലി മീൻ വാങ്ങിയിട്ട് അത് കട്ട് ചെയ്ത് അത് മസാല തേച്ച് ഇതൊക്കെ ആകുമ്പോൾ ഡെയിലി മീൻ കഴുകാനും മീൻ കട്ട് ചെയ്യാനൊക്കെ നിൽക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഒരാഴ്ചത്തേക്കുള്ള മീനാലും എല്ലാം റെഡിയാക്കി വെക്കാമെന്ന് പറയുന്നത്. ഇപ്പം ഞാൻ മല്ലിയിലയും കറിവേപ്പിലയും നല്ലൊരു കിച്ചൺ ടവലിൽ ഇട്ടിട്ട് നല്ല ഫാനൊക്കെ ഇട്ട് ഉണക്കിയിട്ടുണ്ട്. ഉണക്കിയതിന് ശേഷം ഞാൻ കട്ട് ചെയ്തിട്ടാണ് ഇതുപോലുള്ള കണ്ടെയ്നറിൽ ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കണ്ടെയ്നറിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കണ്ടെയ്നറാണ്. അടിയിലൊരു ട്രേ ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ പിന്നെ പെട്ടെന്ന് ചീത്തയായി പോവുകയില്ല. ഇനി നമുക്ക് ഫ്രിഡ്ജിലോട്ട് ഇത് സെറ്റ് ചെയ്യാം. ഫ്രിഡ്ജിൽ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ആവശ്യമുണ്ടാകുമ്പോൾ രാവിലെ എല്ലാം ഒന്ന് പുറത്തേക്ക് വെച്ചിട്ട് പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഫ്രിഡ്ജിലോട്ട് ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് നല്ല സുഖമാണ്. പിന്നെ എപ്പോഴും ഫ്രിഡ്ജ് തുറക്കുന്ന അടക്കുന്നുള്ള ഒരു ഇത് ബുദ്ധിമുട്ട് ഒഴിവാക്കാം. രാവിലെ നമുക്ക് കുക്കിങ്ങിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും പുറത്തോട്ടിടുക. പിന്നെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്നിച്ച് ഫ്രിഡ്ജിൽ കയറ്റുക. പിന്നെ നമുക്ക് ഉള്ള ബുദ്ധിമുട്ടാണ് ഈ ഉള്ളി തൊലിക്കുന്ന പണി. ഈ ചുവന്നുള്ളിയും അതുപോലെ വെളുത്തുള്ളി, വലിയുള്ളി ഒക്കെ സവാളൊക്കെ നമുക്ക് തൊലിക്കുമ്പോൾ കണ്ണൊക്കെ പിന്നെ എരിയാറുണ്ട്. കണ്ണിൽ നിന്ന് വെള്ളം ഒലിക്കുന്നവർക്കൊക്കെ നല്ലൊരു ടിപ്പാണ് ഞാൻ പറയുന്നത്. നമുക്ക് രാത്രി കിടക്കുന്ന സമയത്ത് ഉള്ളികളൊക്കെ എടുത്തിട്ട് ഇതുപോലൊരു വലിയൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിലാണ് ഇട്ട് വെക്കുക. രാവിലെ നമുക്ക് പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ കൈ വെച്ചിട്ട് വെറുതെ അങ്ങോട്ട് ഒന്ന് ഇതാക്കി കൊടുത്താൽ മതി. തൊലിയൊക്കെ നല്ല വൃത്തിയിൽ പോവും. പിന്നെ 2 സൈഡിലൊന്ന് കത്തിയെടുത്തിട്ടൊന്ന് കട്ട് ചെയ്താൽ മതി. ഇത്രയും 1 കിലോ ചുവന്നുള്ളി ഞാൻ അരമണിക്കൂർ കൊണ്ടാണ് ഫുള്ള് തൊലിച്ച് കഴിഞ്ഞത്. അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം അവിടെ ഇരിക്കും. ആ ഇരിക്കുന്ന സമയത്ത് ഇത് അങ്ങോട്ട് കട്ട് ചെയ്യും. അപ്പോൾ ഒരു ദിവസം ചുവന്നുള്ളി വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം വെളുത്തുള്ളി വെള്ളത്തിലിട്ട് വെക്കും. അങ്ങനെ എല്ലാ ദിവസവും എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യൂല കേട്ടോ. അപ്പോൾ നമുക്ക് മടുക്കും. അപ്പോൾ ഒരു ദിവസം ചുവന്നുള്ളി വെള്ളത്തിലിട്ട് വെക്കുക, പിറ്റേ ദിവസം വെളുത്തുള്ളി വെള്ളത്തിലിട്ട് വെക്കുക. അപ്പോൾ നമുക്ക് ഒരു മാസത്തിന് പിന്നെ ആ ഒരു ഭാഗം ആ ഒരു പണി തന്നെ ഇല്ല. ഇപ്പോൾ വെളുത്തുള്ളീൻ്റെ ഇഞ്ചിൻ്റെ പേസ്റ്റും അതുപോലെ ചുവന്നുള്ളി ഇതുപോലെ തൊലി കളഞ്ഞൊന്നും ഫ്രിഡ്ജിലുണ്ടെങ്കിൽ നമുക്കൊരു കറിയൊക്കെ ഉണ്ടാക്കാം. എന്തൊരു ഈസിയെന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിക്കുക. നമുക്ക് കറി ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ ഒരു ചിക്കൻ കറി പെട്ടെന്ന് വെക്കണം എന്നുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് കൂടുതൽ പണി വരില്ല. എന്താ, ഇഞ്ചിയും വെളുത്തുള്ളിയും തൊലിച്ചത് പേസ്റ്റ് ഉണ്ടാക്കലാണ്. അപ്പോൾ അത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ സവാളയും ഇതുപോലെ വെള്ളത്തിലിട്ടിട്ട് തൊലി കളഞ്ഞിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുണ്ട്. ഈ സവാള അരിയുമ്പോൾ കുറേ പേർക്ക് കണ്ണിൽ നിന്ന് വെള്ളം വരാറുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ.
നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുക തലേ ദിവസം. എന്നിട്ട് നമ്മൾ തൊലി കളഞ്ഞതിന് ശേഷം കുറച്ച് ഫ്രിഡ്ജ് സൂക്ഷിക്കുക. ആ ഒരു സവാള എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് നോക്കി, കണ്ണിൽ നിന്ന് വെള്ളം തന്നെ വരില്ല, നല്ല സുഖം ഉണ്ടാവും ഇതാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അങ്ങനെ ചെയ്യാറാണ് പതിവ്. ഒരു 4-5 ദിവസത്തിനുള്ള സവാളയൊക്കെ തൊലി കളഞ്ഞിട്ട് ഫ്രിഡ്ജ് സൂക്ഷിക്കാറുണ്ട്. ഞാൻ പിന്നെ രാവിലെ നമുക്ക് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ ലഞ്ചും കൂടി ഒരുമിച്ച് തയ്യാറാക്കും. കുട്ടികൾക്ക് ടിഫിനൊക്കെ കൊണ്ടുപോകുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് രാവിലെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ജോലികളൊക്കെ പെട്ടെന്ന് തീരുകയും ചെയ്യും അങ്ങനെ ആകുമ്പോൾ. അതുപോലെ തന്നെ വെളുത്തുള്ളി ഇതുപോലെ വെള്ളത്തിലിട്ട് തൊളിച്ചത് തന്നെയാണിത്. എളുപ്പത്തിൽ ഒരു അരമണിക്കൂർ നമുക്ക് ഇരുന്നാൽ മതി. 2 കൈ വെച്ചിട്ട് ഒന്നിങ്ങോട്ട് പ്രസ് ചെയ്താൽ മതി. കത്തിയുടെ ആവശ്യം കൂടി ഇല്ല. വെളുത്തുള്ളിയൊക്കെ വെള്ളത്തിലിട്ട് തൊലിക്കുകയാണെങ്കിൽ നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് തൊലിക്കാൻ പറ്റും. എന്നിട്ട് ഇതുപോലെ ഒന്നിട്ട് കിച്ചൺ ടവലിട്ടിട്ട് ഒന്ന് ഉണക്കിയിട്ട് ഫാനിട്ടൊന്ന് ഉണക്കുക. അതിന് ശേഷം നമുക്ക് ഒരു സിബ്ലോക്ക് കവറിലോ അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറിലോ ഇട്ടിട്ട് ഫ്രിഡ്ജ് സൂക്ഷിക്കാം. അങ്ങനെ സൂക്ഷിക്കാം. കുറച്ച് ഞാൻ അങ്ങനെ സൂക്ഷിക്കും. കൂടുതൽ ഞാൻ ഇതുപോലെ ഇഞ്ചി വെളുത്തുള്ളി കൂടി മിക്സ് ചെയ്തിട്ട് പേസ്റ്റ് ആക്കിയിട്ടാണ് ഫ്രിഡ്ജ് സൂക്ഷിക്കാറ്. എന്നിട്ട് ഈ ഐസ് ക്യൂബ് പോലത്തെ ഓരോരോ ക്യൂബാക്കി വെക്കും. എന്നിട്ട് ഓരോരോ കറിയിലോട്ട് 1 ക്യൂബ് 2 ക്യൂബ് 1 സ്പൂണിൻ്റെ അളവിലുള്ള ക്യൂബാക്കിയിട്ടാണ് വെക്കാറുള്ളത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ കറി ഉണ്ടാക്കാൻ പറ്റും. 1 ടീസ്പൂണിൻ്റെ അളവിൽ 1 ക്യൂബ് ഇട്ടിട്ട് കൊടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ജോലികൾ പെട്ടെന്ന് തന്നെ തീരും. അത് നോമ്പിനാണ് സാധാരണ നമ്മളെല്ലാവരും ചെയ്യാറുള്ളത്. നോമ്പല്ലാത്ത സമയത്തും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കിച്ചൺ ജോലികൾ പെട്ടെന്ന് തന്നെ തീരും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്നും ഇതുവരേക്കും നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. വളരെ പെട്ടെന്ന് തന്നെ തീരും നമ്മളെ കിച്ചൺ ജോലികളൊക്കെ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടത്തിൽ തന്നെ ഡിന്നറിനുള്ള ജോലികളും ചെയ്യുക. പച്ചക്കറികളൊക്കെ കട്ട് ചെയ്തിട്ട് വെക്കുക. പിന്നെ കട്ട് ചെയ്തിട്ട് വെച്ചാൽ കേടാവുമോ എന്നുള്ള കാര്യം ചിലർക്ക് സംശയം കാണും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 15 ദിവസം മുമ്പ് ചെയ്ത വെളുത്തുള്ളിയും അതുപോലെ ഇഞ്ചിയും എല്ലാം തൊലി കളഞ്ഞ് ഇതുപോലെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ചുവന്നുള്ളിയൊക്കെ അതൊന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ കാണിക്കുന്ന ബീൻസാണ്. ഇത് ഒരാഴ്ച മുമ്പ് കട്ട് ചെയ്ത് വെച്ചാൽ 2 പ്രാവശ്യം ഇതിൽ നിന്ന് ഉപ്പേരി എടുത്തുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ളതാണ്. ഇത് കണ്ടോ, ഒരു കുഴപ്പം വന്നിട്ടില്ല. ആ പച്ച കളർ പോലും നഷ്ടപ്പെട്ടിട്ടില്ല. ഒരാഴ്ച മുമ്പ് കട്ട് ചെയ്ത ബീൻസാണ്. നല്ലപോലെ കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ പോയതിനു ശേഷം കട്ട് ചെയ്തതാണ്. അതുപോലെ അന്ന് നമ്മൾ എടുത്ത് വെച്ച കറിവേപ്പിലയാണ്. ഒരു ഇല കറുത്ത് പോയിട്ടുണ്ട്. ആ കറുത്ത ഇല മാറ്റി കൊടുത്താൽ മതി. അതിനിപ്പോൾ കഴുകാതെ വെച്ചാലും ഉണ്ടാവും കുറേ ദിവസം കഴിയുമ്പോൾ. ഇതിപ്പോൾ 15 ദിവസം മുമ്പിട്ട കറിവേപ്പില കേട്ടോ. അന്ന് നമ്മൾ കഴുകി വെച്ചത്. ബീൻസ് പിന്നെ ഞാൻ ഒരാഴ്ച ആയിട്ടുള്ളൂ, അതതിന് ശേഷം ചെയ്തതാണ്. അതുപോലെ അന്ന് നമ്മൾ തൊലി കളഞ്ഞ് വെച്ച ചുവന്നുള്ളിയാണിത്. ചില ചുവന്നുള്ളിയൊക്കെ ഇതുപോലെ മുള വന്നിട്ടുണ്ട്, എന്നാലും ഒരു കംപ്ലൈൻറ്റും ആയിട്ടില്ല കേട്ടോ. മുള വന്നിട്ടൊരു കുഴപ്പമില്ല. നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് അതും കൂടി കൂട്ടിയിട്ട് കട്ട് ചെയ്താൽ മതി. പക്ഷേ എന്നാലോ ഒന്ന് ചീഞ്ഞ് പോവുകയോ ഒന്നും ഒരു കംപ്ലൈൻ്റ് ആയിട്ടില്ല. അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ ഞാൻ 1 മാസം മുമ്പ് ചെയ്ത് വെച്ച വെളുത്തുള്ളിയാണ്. തൊലി കളഞ്ഞ് സിബ്ലോക്ക് കവറിലാക്കിയിട്ട് വെച്ച വെളുത്തുള്ളിൻ്റെ ഞാൻ കാണിക്കാം. അതുപോലെ തന്നെ മല്ലിയില, അന്ന് കട്ട് ചെയ്ത മല്ലിയിലയാണ്. മല്ലിയില തീർന്നു പോവാറായിട്ടുണ്ട് എന്നല്ലാതെ അതിൽ നിന്ന് ഒരു കറിവേപ്പില കംപ്ലൈൻ്റ് ആയ അത്രയും കംപ്ലൈൻ്റ് ആയിട്ടില്ല. മല്ലിയില കട്ട് ചെയ്ത് വെച്ചിട്ടാണ് എനിക്ക് കംപ്ലൈൻ്റ് ആവാതായി തോന്നിയിട്ടുള്ളത്. നമ്മൾ അങ്ങനെ വെക്കുമ്പോഴാണ് കംപ്ലൈൻ്റ് ആവുന്നത്. അതുപോലെ അന്ന് കട്ട് ചെയ്ത് വെച്ച ഇഞ്ചിയാണ്. പേസ്റ്റ് ആക്കിയതിൻ്റെ ബാക്കിയുള്ളത് ഞാൻ കട്ട് ചെയ്തിട്ട് ചെറിയ ഈ ഒരു വലിപ്പമുള്ള പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഞാനൊരു കണ്ടെയ്നറാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് 3/4 ഭാഗം ഉണ്ടായിരുന്നു. ഇപ്പോൾ തീർന്നു പോയിട്ടുണ്ട്. 1 മാസമായിട്ടത്. 1 മാസം മുമ്പ് വെച്ചതാണ്. അപ്പോൾ ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തീർന്നു പോണ സമയത്ത് ഞാൻ ഇതുപോലെ തൊലി കളഞ്ഞത് ബാക്കി ഇരിപ്പുണ്ടെങ്കിൽ അത് ആദ്യം എടുത്തിട്ട് പേസ്റ്റ് ആക്കിയിട്ട് വെക്കും, ഐസ് ക്യൂബ് ആക്കിയിട്ട് വെക്കും. എന്നിട്ട് പിന്നെ കുറച്ച് തൊലിച്ചിട്ട് ഇതുപോലെ ഇതിലാക്കിയിട്ട് വേറെയും സൂക്ഷിക്കും. അത് ചില കറികൾക്കൊക്കെ നമുക്ക് പേസ്റ്റ് ഉപയോഗിക്കാതെ നമ്മൾ കട്ട് ചെയ്തിട്ടിടുമല്ലോ. അപ്പോൾ നമ്മൾ ആൽഫ്രഡോ പാസ്ത ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ വെളുത്തുള്ളി ഇതുപോലെ അങ്ങോട്ട് ഇടില്ല ചെയ്യുക, കട്ട് ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പേസ്റ്റ് ആക്കിയാൽ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വെളുത്തുള്ളി വേറെ ഇഞ്ചി വേറെയും തൊലി കളഞ്ഞിട്ട് വെക്കുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് അങ്ങനത്തെ റെസിപ്പീസൊക്കെ ചെയ്യാൻ നല്ല ഈസിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതുണ്ട്, വെളുത്തുള്ളിക്ക് ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. അതൊരു മാസം മുമ്പാണ് ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും ചെയ്തിട്ടുള്ളത്. ചുവന്നുള്ളി ചെയ്തിട്ട് 15 ദിവസമായിട്ടുള്ളൂ. ആ മല്ലിയിലയും ഒക്കെ. പിന്നെ അതുപോലെ തന്നെ ബീൻസ് അരിഞ്ഞ് വെച്ചിട്ട് ഒരാഴ്ചയും ആയിട്ടുണ്ട് കേട്ടോ. ഒന്നും കംപ്ലൈൻ്റ് ആയിട്ടില്ല. സാധനം തീരാന്നല്ലാതെ കംപ്ലൈൻ്റ് ആയിട്ട് പുറത്തിടാറില്ല എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കംപ്ലൈൻ്റ് ആവുന്നുള്ള പേടിയൊന്നും വേണ്ട. ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഒരു കംപ്ലൈൻറ്റും ആവില്ല. നമ്മളെ ജോലിയൊക്കെ പെട്ടെന്ന് തീർന്നു കിട്ടും ചെയ്യും. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇതും തീർന്നു പോയിട്ടുണ്ട്. ഇനി കുറച്ച് ക്യൂബ് അതിൽ ബാക്കിയുള്ളൂ. ഇതിപ്പോൾ സിബ്ലോക്ക് കവറിലാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് തീർന്നു പോകുന്ന സമയത്ത് നമ്മൾ ആ തൊലിച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി അതിലോട്ട് കുറച്ചും കൂടി ആഡ് ചെയ്തിട്ട് ഞാനിത് പേസ്റ്റാക്കി വെക്കാറാണ് പതിവ്. ഇതിന് ഫ്രഷായിട്ട് തൊലിച്ച് വെക്കുന്നത് അതുപോലെ എടുത്ത് വെക്കും.
അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വലിയ ഒരു ഭാരമാണ് നമുക്ക് ഒരു കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ തേങ്ങ പൊളിച്ച് ചിരവുന്നത്. അപ്പോൾ അത് ആദ്യം തന്നെ ചെയ്ത് വെക്കുകയാണെങ്കിൽ വലിയൊരു ഭാരം കുറഞ്ഞു കിട്ടും കേട്ടോ. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ തേങ്ങ ഒരു 10-20 എന്തായാലും എടുത്തിട്ട് പൊട്ടിച്ചിട്ട് ചിരവിയിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ ഇങ്ങനെ സിപ്ലോക്ക് കവറിലാക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറിലാക്കിയിട്ടോ ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ തേങ്ങ ചീത്തയായി പോവുകയില്ല. നമുക്ക് എളുപ്പത്തിൽ ജോലികളൊക്കെ തീർക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ഉപ്പേരി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചൊരു തേങ്ങേൻ്റെ ആവശ്യം ഉണ്ടാവുള്ളൂ. അപ്പം പിടിച്ചിട്ട് നമുക്ക് തേങ്ങ പൊളിച്ച് ചിരവി ബുദ്ധിമുട്ടല്ല. പിന്നെ ആ തേങ്ങ ചിരവിയ മുറി എടുത്തിട്ട് അത് ഫ്രിഡ്ജിൽ വെക്കണം, അത് അവിടെ നിന്ന് കിടക്കും. അങ്ങനെ ആയിട്ട് ഒരുപാട് ടൈം വേസ്റ്റ് ആവും, കുറേ തേങ്ങയും വേസ്റ്റ് ആവും. പിന്നെ മാത്രമല്ല കുറച്ച് സമയം നമ്മൾ തേങ്ങ പൊളിക്കാതൊക്കെ വെക്കണതിൻ്റെ വെള്ളമൊക്കെ വറ്റി അങ്ങനെയും പിന്നെ നമുക്ക് അരക്കാൻ പറ്റാണ്ടായി പോവും. അപ്പോൾ അതിലേറെ നല്ലത് തേങ്ങ ഇടുന്ന സമയത്ത് നല്ല വെള്ളമുള്ള പച്ച തേങ്ങ നല്ല പോലെ നന്നാക്കി ചിരവിയിട്ട് നമുക്കിതുപോലെ സിപ്ലോക്ക് കവർ ചെറുതായിട്ട് ചെറിയ പോർഷനാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഓരോ കവർ ഇങ്ങനെ എടുത്താൽ മതി. അത് കഴിയുമ്പോൾ മറ്റേ കവർ എടുത്താൽ മതി. അങ്ങനെ ചെയ്താൽ മതി. ബാക്കിയുള്ളത് നമുക്ക് അതുപോലെ തന്നെ എടുത്തിട്ട് ഫ്രീസറിൽ വെക്കുകയും ചെയ്യാം. നല്ല ഈസിയാണ്, ജോലികളൊക്കെ പെട്ടെന്ന് തീരും. രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ തേങ്ങേൻ്റെ ആവശ്യമുണ്ടാവും, ചട്നിക്കും അതുപോലെ ദോശയിലിടാനൊക്കെ നമുക്ക് ആവശ്യമുണ്ടാവും. അങ്ങനെയൊക്കെ ആകുമ്പോൾ നല്ല ഈസിയാണ് കേട്ടോ. 20 തേങ്ങ ഇതുപോലെ ചിരവി ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ തേങ്ങ എന്തായാലും കേടായി പോവുകയില്ല. അത് കഴിയാന്നല്ലാതെ കേട്ടോ, സാധനം കഴിയാന്നല്ലാതെ. അപ്പോൾ ഞാൻ ഒരു സിപ്ലോക്ക് കവറെങ്കിലും അവിടെ സ്റ്റോക്ക് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് അത് ആ ഒരു സമയത്ത് ഫുള്ള് തീരാൻ കാത്തിക്കാതെ തന്നെ വീണ്ടും പൊളിച്ച് ചിരവി വെക്കാറാണ് പതിവ്. ആരെങ്കിലും സഹായത്തിന് കിട്ടണമെങ്കിൽ ഒരാളെ വിളിച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലത്. സ്വന്തമായിട്ട് കഴിയില്ലെങ്കിൽ ഒരാളെ എപ്പോഴെങ്കിലും വിളിച്ചിട്ട് വെച്ചാൽ മതിയല്ലോ, ആളെ കിട്ടുന്ന സമയത്ത്. അങ്ങനെ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നല്ല ഒരു ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ സാധാരണ ഗൾഫിലോട്ടൊക്കെ കൊണ്ടുപോകുമ്പോൾ ഇതുപോലെ തന്നെയാണല്ലോ കൊണ്ടുപോകാറുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെയും അങ്ങനെ ചെയ്യാം. നല്ല സുഖമാണ്. ഒരുപാട് ജോലികൾ നമുക്ക് കുറഞ്ഞു കിട്ടും, വേഗം വീട്ടുജോലികൾ തീർക്കാൻ പറ്റും. പിന്നെ വേറെ ഒന്ന് കാര്യം പറയാനുള്ളത് വെച്ചാൽ ഇത് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം. ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് തയ്യാറാക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പം നമുക്ക് ഇതുപോലുള്ളൊരു ഇഡ്ഡലിൻ്റെ മാവ്, ഞാൻ ഈ ഒരു മാവിൻ്റെ ഒരു റെസിപ്പി ഒരുപാട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇതുപോലുള്ളൊരു മാവ് നമ്മളെ വീട്ടിൽ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാൽ നമുക്കത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരാഴ്ചത്തേക്കുള്ള മാവ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അന്നൊക്കെയുള്ളത് ഉപ്പ് ഇട്ടിട്ട് എടുത്താൽ മതി. ഫസ്റ്റത്തെ ദിവസം അത് നമുക്ക് നല്ല സോഫ്റ്റ് ഇഡ്ഡലി ആക്കിയിട്ട് ഉണ്ടാക്കാം. പിറ്റത്തെ ദിവസം നമുക്ക് മസാല ദോശ അതുപോലെ തന്നെ നെയ് റോസ്റ്റ് ആക്കി ഉണ്ടാക്കാം. പിന്നെ ഒരു ദിവസം നമുക്കത് സെറ്റ് ദോശയാക്കിയിട്ടുണ്ടാക്കാം. പിന്നെ അതിൽ കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചാൽ നമുക്ക് വെള്ളപ്പം ആക്കി ഉണ്ടാക്കാം. പിന്നെ ഊത്തപ്പം ആക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അത് വെച്ചിട്ട് ഞാൻ ഇതിനു മുമ്പ് ഷെയർ ചെയ്തൊരു ജിനി ദോശ ഉണ്ട്, അതാക്കി ഉണ്ടാക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു മാവ് നമ്മളെ വീട്ടിലിരിപ്പുണ്ടെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഓരോ ദിവസം നമുക്ക് റെഡിയാക്കാൻ പറ്റും. അപ്പം നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ലഞ്ചിനുള്ളത് വേഗം പ്രിപ്പയർ ചെയ്യാനും പറ്റും. അങ്ങനെ നമ്മൾ വീട്ടുജോലി പെട്ടെന്ന് തന്നെ തീർക്കാൻ പറ്റും. കാരണം ഇതുപോലുള്ള ദോശയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഒപ്പം നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആ ഒരു ദോശ ഉണ്ടാക്കുന്ന സമയത്ത് വേറെയുള്ള ജോലികളും കൂടി ചെയ്യാന്നുള്ളത് ഒരു കാര്യമാണ്. ഇപ്പോൾ ഇടിയപ്പം ആയാലും പത്തിരി ആയാലും ഒക്കെ നമ്മൾ എപ്പോഴും ഒപ്പം തന്നെ നിൽക്കണം. വേറെയുള്ള ജോലികളൊന്നും ആ ഒരു പത്തിരി ഉണ്ടാക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുപോലെയല്ല ദോശ തയ്യാറാക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞാനൊക്കെ ചെയ്യാറുള്ളത് സ്കൂൾ ദിവസമൊക്കെ ഇങ്ങനെ തന്നെ ചെയ്യാറുള്ളത്. സൺഡേസാണ് പത്തിരിയും ഇടിയപ്പൊക്കെ ആയാലും കുറച്ച് ബുദ്ധിമുട്ടുള്ളതൊക്കെ ഉണ്ടാക്കാറുള്ളത് കേട്ടോ. കാരണം മക്കൾക്കൊക്കെ 7 മണി, ഒരാൾക്ക് 7 മണിക്കും ഒരാൾക്ക് 8:30ക്കൊക്കെ പോകാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങനെ ചെയ്തെടുക്കുന്നതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ട്രിക്ക് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടോ. ഈ ഒരൊറ്റ മാവ് ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് ഇതുപോലെ മക്കൾക്ക് കഴിക്കുമ്പോൾ ഓരോ ദിവസം ഡിഫറെൻറ്റ് ടൈപ്പുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും. പക്ഷേ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നല്ല ഈസി ആയിരിക്കും. അപ്പോൾ അതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്സൊക്കെ ഫോളോ ചെയ്തിട്ട് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻസ് ആയിട്ട് അറിയിക്കട്ടോ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഈ ഒരു ബോക്സാണ് കേട്ടോ, ഈ മസാല ബോക്സ്. അപ്പോൾ ഇതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ് എല്ലാം ഇതിൽ തന്നെ നമുക്ക് വെക്കാൻ പറ്റും. അതുകൊണ്ട് ഈ ഒരൊറ്റ അടപ്പ് തുറന്നാൽ നമുക്ക് എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കിച്ചൺ ജോലികൾ പെട്ടെന്ന് തീർന്ന പോലെ തോന്നാറുണ്ട് കേട്ടോ. കാരണം നമ്മളിപ്പോൾ ഒരു മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി അങ്ങനെ ഒരു 3-4 ടിന്ന് നമ്മൾ ഒരുമിച്ച് തുറക്കുന്ന സമയത്ത് നമുക്ക് അത്രയും ടൈം പോവുകയാണ്. ഇതിപ്പോൾ ഈ ഒരു സംഭവത്തിനെല്ലാം കൂടി ഈ ഒരു അടപ്പ് തുറന്നാൽ നമുക്ക് അതിന് യഥേഷ്ടം ഇടാൻ പറ്റും. ഉപ്പിനും വേറെ, മറ്റേതിന് വേറെ, എല്ലാം കൂടെ എല്ലാ ടിൻസും നമുക്ക് തുറക്കൽ ഒരുപാട് ടൈം നമുക്ക് പോവുമല്ലേ.
അപ്പോൾ ഈ ഒരു ഇത് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ഡബ്ബ വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഇനി ബാക്കിയുള്ളത് അടുത്തൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഇപ്പോൾ തന്നെ വീഡിയോ കുറേ ലെങ്തി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പിന്നെ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇഷ്ടമായ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക. ചാനൽ ഇതിലേക്കും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.